ഫിലാഡൽഫി, നെറ്റ്സാരിം, റഫ ഇടനാഴികളിൽ നിന്ന് ഇസ്രായേൽ ഭരണകൂടം പിൻവാങ്ങാതെ ഗസയിൽ വെടിനിർത്തലിന് ഒരു കരാറും സാധ്യമല്ലെന്നാണ് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ഖലീൽ അൽ ഹയ്യ പറഞ്ഞിരിക്കുന്നത്. ഗസയിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ ബന്ധുക്കളോട് മാപ്പപേക്ഷിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഹമാസ് പിടിയിലുള്ള 6 ബന്ദികളെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ ബന്ധുക്കളോടും രാജ്യത്തോടും മാപ്പ് ചോദിക്കുന്നുവെന്നും ബന്ദികളുടെ കൊലയ്ക്ക് ഹമാസിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ജെറുസലേമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു പറഞ്ഞത്. ഹമാസും ഇറാനുമായി യാതൊരു ഒത്തുതീർപ്പിനുമില്ല. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറണമെന്ന ഹമാസിൻ്റെ ആവശ്യം അംഗീകരിക്കില്ലെന്നും നെതന്യാഹു ആവർത്തിച്ചു. ഇസ്രായേലി തടവുകാരേക്കാൾ ഫിലാഡൽഫി ഇടനാഴിയാണ് തങ്ങൾക്ക് പ്രധാനമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. തടവുകാരെ വിലകെട്ടവരായി കണക്കാക്കുന്നതിനാൽ ഇടനാഴിയാണ് നെതന്യാഹുവിന് മുൻഗണനയെന്ന് ഹമാസ് ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. ഗസ ഈജിപ്റ്റ് അതിർത്തിയിൽ 14 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ നിലനിർത്തണമെന്നാണ് നെതന്യാഹുവിൻ്റെ ആവശ്യം. വെടിനിർത്തൽ കരാറിലെ ഒരു നിബന്ധനയും ഇതാണ്. അതിന് കാരണമുണ്ട്. 1967-നും 2005-നും ഇടയിൽ ഗസ മുൻപ് കൈവശപ്പെടുത്തിയ ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള പ്രത്യേക ക്രമീകരണങ്ങളിലൂടെ സുരക്ഷിതമാക്കിയ ഗസ മുനമ്പിൻ്റെയും ഈജിപ്തിൻ്റെയും അതിർത്തിയിലുള്ള ബഫർ സോണാണ് ഫിലാഡൽഫി ഇടനാഴി. ഏകദേശം 325 അടി വീതിയുള്ള ഈ ഭാഗം മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഈജിപ്റ്റ്, ഗസ മുനമ്പ്, ഇസ്രായേൽ എന്നിവയുടെ അതിർത്തികൾ ചേരുന്ന ഇസ്രായേലിലെ കെരം ഷാലോം വരെ ഏകദേശം 9 മൈൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. 2024 മെയ് മാസത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഫിലാഡൽഫി ഇടനാഴിയിൽ പ്രവേശിച്ചു. ഇടനാഴിയിൽ ഇസ്രായേൽ സാന്നിധ്യം തുടരുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന നിബന്ധനകളിലൊന്നായി മാറുകയും ചെയ്തു. 1979-ലെ ഇസ്രായേൽ ഈജിപ്റ്റ് സമാധാന ഉടമ്പടിക്ക് ശേഷം സൈനികവൽക്കരിക്കപ്പെട്ട സിനായ് പെനിൻസുല ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തിൻ്റെ വടക്ക് കിഴക്കൻ മൂലയിലാണ് ഇടനാഴി സ്ഥിതി ചെയ്യുന്നത്. 1990-കളിൽ പലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിൽ ഗസ മുനമ്പിനും വെസ്റ്റ് ബാങ്കിനും ഒരു പരിധിവരെ സ്വയംഭരണാവകാശം ഇസ്രായേൽ സമ്മതിച്ചിരുന്നു. അത് ഓസ്ലോ ഉടമ്പടികൾ എന്നറിയപ്പെടുന്ന കരാറുകളുടെ പരമ്പരയിലായിരുന്നു. പക്ഷേ PAയുമായുള്ള ചർച്ചകൾ തടസ്സപ്പെട്ടപ്പോൾ PAയുമായുള്ള സുരക്ഷാ ക്രമീകരണം കൂടാതെ 2005-ൽ ഇസ്രായേൽ ഏകപക്ഷീയമായി ഗസ മുനമ്പിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു. പിൻവാങ്ങുന്നതിന് മുമ്പ് ഇസ്രായേലും ഈജിപ്തും ഫിലാഡൽഫി ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 750 അതിർത്തി കാവൽക്കാരുമായി ഗസ മുനമ്പിൽ അതിർത്തി പട്രോളിംഗ് നടത്താൻ ഈജിപ്തിനെ അനുവദിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ ഫിലാഡൽഫി ഇടനാഴി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമാകുന്നത്. ഗസയിൽ ചേക്കേറിയ ഹമാസ് സംഘം ഈ ഇടനാഴിയുടെ വിവിധയിടങ്ങളിൽ തുരങ്കങ്ങൾ നിർമ്മിച്ച് ആയുധങ്ങൾ ശേഖരിക്കുന്നതായാണ് വിവരം. അതുകൊണ്ട് തന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ ഏത് നിമിഷവും ഹമാസ് പോരാളികൾ ഇതുവഴി കടന്ന് ഇസ്രായേലിൽ കനത്ത ആക്രമണം അഴിച്ചുവിടുമെന്നും അവർ കരുതുന്നുണ്ട്. മറ്റേത് വഴി കടന്നാലും അത് തടയാൻ ഇസ്രായേലിന് കഴിയും. ഫിലാഡൽഫി ഇടനാഴി കൈവശപ്പെടുത്തിയാൽ നൊടിയിടയിൽ ഹമാസിന് ഇസ്രായേലിൽ കടന്ന് രാജ്യത്തെ ഭസ്മമാക്കാൻ കഴിയുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ജീവൻ പോയാലും ഫിലാഡൽഫി ഇടനാഴിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കുന്നത്.